പെട്ടെന്നുള്ള ഒരു വേർപാട് അദ്ദേഹത്തെ കുടുംബത്തെ പോലെ തന്നെ നമ്മളെയും വല്ലാതെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒന്നാണ്. ഇവിടെ മജീദ് സാഹിബും തങ്ങളുമൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അതിൻ്റെ പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ട് പൊതുജീവിതം ആരംഭിച്ച ഒരാളാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം അറബിക് അധ്യാപകനായി അവരുടെ സംഘടനയുടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും ഏറ്റവും സമ്പന്നനായ നേതാവായി മാറി. അതേ സമയത്ത് തന്നെ നാട്ടുംപുറങ്ങളിലെ നമ്മുടെ ഏറ്റവും പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംഘടിപ്പിക്കുകയും അവർക്ക് സർക്കാരിൽ ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ക്ഷേമനിധി പ്രവർത്തനങ്ങളുമെല്ലാമായി ദീർഘകാലമായി ഏറ്റവും സജീവമായി രംഗത്തുണ്ടായിരുന്ന ആളായിരുന്നു ഉമർ മാസ്റ്റർ. മാത്രമല്ല നാട്ടിലെ മത സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു മാസ്റ്റർ. നമുക്കെല്ലാവർക്കും അറിയാം. ദീർഘകാലം ഒരു പള്ളിയുടെയും മഹലിൻ്റെയും നേതാവായി പ്രവർത്തിച്ചു. ഞങ്ങളൊക്കെ ചെന്ന സമയത്ത് കണ്ടത് വളരെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു മസ്ജിദിനെ, ഒരു പള്ളിയെ ഏറ്റവും ആധുനികമായ രീതിയിൽ അതിനെ മോടി പിടിപ്പിച്ച് അതിനെ വലുതാക്കി അതൊരു വലിയ പള്ളിയാക്കി മാറ്റിയതിനുമൊക്കെ തന്നെ മുൻകൈയെടുത്തത് ഉമർ മാസ്റ്റർ. ആ നാട്ടുകാർക്കും ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഉമർ മാസ്റ്റർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന് ചിലപ്പോൾ ഗുണദോഷങ്ങളുണ്ടാവും. എന്നാലും ഏറ്റവും അവസാനമായി വിലയിരുത്തുന്നത് മനുഷ്യൻ്റെ നന്മകളാണ്. ആ നന്മകൾ പരിശോധിച്ചാൽ ഉമർ മാസ്റ്റർ വളരെ വേറിട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്ര കണ്ടപ്പോൾ നമുക്കൊക്കെ ബോധ്യപ്പെടുന്നു. എത്രായിരം മനുഷ്യരാണ് അവിടെ വന്നുപോയത്, എത്രായിരം മനുഷ്യരാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. പലപ്പോഴും തങ്ങൾ കൃത്യമായി പറഞ്ഞതുപോലെ നമുക്കിടയിൽ ജീവിക്കുമ്പോൾ അവരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്. നമുക്കത് ഉൾക്കൊള്ളാതെയും ചിലപ്പോൾ നമ്മളൊക്കെ മുന്നോട്ട് പോകാറുണ്ട്. പല മനുഷ്യന്മാരും പലപ്പോഴും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഏറെ അറിയപ്പെടുന്നത് അവരുടെ ജീവിതത്തിന് ശേഷമാണ്. ഉമർ മാസ്റ്റർ എന്ന് പറയുന്നത് നമുക്കിടയിൽ ജീവിച്ച വളരെ വ്യതിരിക്തമായ ജീവിതശൈലിയോടുകൂടി നന്മയോടുകൂടി ജീവിച്ച ഒരു വലിയ മനുഷ്യനാണ്. എത്ര പറഞ്ഞാലും മതിവരാത്ത വിധത്തിലുള്ള സേവനങ്ങളാണ് ആ നാടിനും മുസ്ലിം പ്രസ്ഥാനത്തിനും സ്വതന്ത്ര തൊഴിലാളികളിലുമൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാ ആദരവും ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളും മജീദും പറഞ്ഞു, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഈ വളരെ തിരക്ക് പിടിച്ച സമയത്തൊരു യോഗം വിളിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അഷ്റഫ് സാഹിബൊന്നും എത്തിയിട്ടില്ല. ഞാനും അഷ്റഫ് സാഹിബും കേരളത്തിൻ്റെ വടക്ക് തൊട്ട് തെക്കേ അറ്റം വരെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും ഒരു പ്രാവശ്യം കാണണം, അടിയന്തരമായിട്ട് കാണണം. അങ്ങനെ അടിയന്തരമായിട്ട് കാണുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാന നേതൃ ക്യാമ്പിൻ്റെ തീരുമാനങ്ങളും സംസ്ഥാന സമ്മേളനത്തിൻ്റെ സന്ദേശവും നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. സംസ്ഥാന നേതൃ ക്യാമ്പ് ഈ പ്രാവശ്യം നടന്നത് കൊല്ലത്ത് വെച്ചാണ്. തൃശ്ശൂർ വെച്ച് നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. തൃശ്ശൂർക്കാർ അവസാനം ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ ആലോചിച്ച് എവിടെ നടത്താൻ പറ്റുക. എന്നാൽ എറണാകുളത്ത് വെച്ചായാലോ
എറണാകുളത്തുകാർ പറഞ്ഞു എവിടെയും ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. അപ്പൊ സത്യത്തിൽ മനസ്സിൽ സമാധാനമായി. കേരളത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഒരാവശ്യം ഉന്നയിച്ചാൽ ആ ആവശ്യം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ജില്ലാ കമ്മിറ്റികൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ ബോധ്യമായി. അപ്പോഴാണ് മനസ്സിൽ വെറുതെ ഒരു ആശയം വന്ന് നമുക്ക് കൊല്ലത്തുകാരോടൊന്ന് ചോദിച്ചാലോ. കൊല്ലത്തെ എസ് ടി എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ എസ് ടി കൊല്ലത്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊല്ലത്തുകാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു 2 വട്ടം ആലോചിക്കേണ്ട ആ ക്യാമ്പ് പ്രാവശ്യം കൊല്ലത്ത് തന്നെ ഞങ്ങൾ നടത്തും, നിങ്ങൾ അതിനൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് കൊല്ലത്തുകാർ പറഞ്ഞു. അങ്ങനെയാണ് കൊല്ലത്ത് വെച്ച് ക്യാമ്പ് നടന്നത്. നല്ല ഒന്നാന്തരം ക്യാമ്പായിരുന്നു. കേരളത്തിൽ UDFന്റെ മിക്കവാറും എല്ലാ നേതാക്കന്മാരും അതിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പകുതി വന്ന് മടങ്ങേണ്ടി വന്നു എന്നുള്ളത് വെച്ചാൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ആ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്കൊക്കെ തൃപ്തിയായി. അങ്ങനെയാണ് ക്യാമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ എടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, കേരളത്തിൽ നമ്മളിന്ന് അറിയപ്പെടുന്ന ഒരു തൊഴിലാളി സംഘടനയാണ്. കേരളത്തിലെ മുൻനിര തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആ നിരയിലേക്ക് നമുക്ക് അതിവേഗം കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് 14 ജില്ലയിൽ നമ്മുടെ സാന്നിധ്യമുണ്ട്. 1957 നമ്മൾ തുടങ്ങുമ്പോൾ കേവലം ഈ കൈവണ്ടി തൊഴിലാളികളെയും അതുപോലെ തന്നെ ബീഡി തൊഴിലാളികളെയും സംഘടിപ്പിച്ചിട്ടാണ് നമ്മളെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചത്. എന്നാൽ ഇന്ന് വ്യവസ്ഥാപിതമായി ഏതാണ്ട് 38 മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയായി നമ്മളിപ്പോൾ കേരളത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സാന്നിധ്യത്തെ ഒരാൾക്ക് പോലും ഇത് നിഷേധിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ കൂട്ടായി നടത്തിയ, വളരെ യോജിപ്പോടുകൂടി നമ്മൾ നടത്തിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചതാണ്. നമ്മുടെ അംഗസംഖ്യയുടെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുണ്ട്. കേരളത്തിൽ ഇന്ന് 2-2.5 ലക്ഷം മെമ്പർമാർ STUവിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ആ 2.5 ലക്ഷം അംഗങ്ങളിൽ ഏതാണ്ട് 1/3 ഇന്ന് നമ്മുടെ സഹോദരിമാരായി മാറിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ മറ്റൊരു വസ്തുതയാണ്. ഇതെല്ലാം നമുക്ക് എണ്ണി പറയാവുന്ന നമ്മുടെ നേട്ടങ്ങളാണ്, നമ്മുടെ മുന്നേറ്റത്തിന്റെ കഥകളാണ്. ഞാൻ ഇന്നലെ നമ്മുടെ കർഷക തൊഴിലാളി യൂണിയന്റെ അംസ സാഹിബാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഞങ്ങൾ ഇന്നലെ വേങ്ങര വെച്ച് ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളും ഉള്ള സമയത്ത് അവിടെ STUവിന്റെ കൺവെൻഷൻ ചെയർപേഴ്സൺ പറഞ്ഞു, STUവിനെ കുറിച്ച് നമ്മൾ മാത്രമല്ല പറയുന്നത്, കേരളത്തിന്റെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടൊരു ചർച്ച നടത്തുന്നുണ്ട് ഈ നവംബർ മാസം 1-ാം തീയതി. സത്യത്തിൽ എനിക്കത് മിസ് ചെയ്തു പോയത് ഞാൻ കണ്ടിട്ടില്ല. ഏതാണ്ട് 1 മണിക്കൂർ നിന്ന് നിൽക്കുന്ന ഈ രാജീവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണ് എന്ന അഭിമാനത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഷെയർ ചെയ്യുക, അതെല്ലാവരും കാണുക. കേരളത്തിന്റെ വ്യവസായ മേഖല എങ്ങനെയാവണം, കേരളത്തിന് പുതിയ തൊഴിൽ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് രാജീവൻ പറയുന്നുണ്ട്. ഞങ്ങൾ വിളിച്ച യോഗത്തിൽ IUDSയുടെ ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു, STUവിന്റെ റഹ്മത്തുള്ള ഉണ്ടായിരുന്നു. അവരൊക്കെ ആ യോഗത്തിൽ കൃത്യമായിട്ട് പങ്കെടുത്തു. എന്ന് മാത്രമല്ല, ഈ സമീപകാലത്ത് തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ സമരം നിങ്ങൾ ചുമട്ടു തൊഴിലാളികൾ നടത്തിയ സമരമാണ് എന്ന് ആരാ പറയുന്നത്? കേരളത്തിന്റെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയുന്നുണ്ട്. അദ്ദേഹം പിറ്റേ ദിവസമാണ് ബഹുമാനപ്പെട്ട തങ്ങളും മോട്ടോർ തൊഴിലാളികളുടെ സമരം നടത്തിയത്. ചുമട്ടു തൊഴിലാളികളുടെ സമരത്തിന് മറ്റു ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. CIT കൂടി താല്പര്യമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നം നമ്മളാണ് ഉന്നയിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, STU ആ കാര്യങ്ങൾക്ക് ഉന്നയിച്ച് ഏറ്റവും നല്ല സമരം നടത്തിയതിനെ കുറിച്ച് ശ്രീ രാജീവ് കേരളത്തിന്റെ വ്യവസായ മന്ത്രി പോലും പറയുന്നുണ്ട്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൊഴിൽ മന്ത്രിയാവട്ടെ, വ്യവസായ മന്ത്രിയാവട്ടെ, മറ്റു മന്ത്രിമാരാവട്ടെ, കേരളത്തിന്റെ തൊഴിൽ മേഖലയെക്കുറിച്ചും വ്യവസായ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഈ 3 അക്ഷരം പറയാതെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിൽ നമ്മൾ വളർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്കാകാവുന്നിടത്തോളം നമ്മൾ മുന്നോട്ട് പോയോ? നമുക്ക് എത്താവുന്നിടത്തോളം ദൂരം നമ്മൾ മുന്നോട്ട് പോയോ? നമുക്കാകാവുന്നിടത്തോളം സംഘടനകൾ കെട്ടിപ്പടുക്കാൻ സാധിച്ചോ? നമ്മൾ ഈ 34-38 സംഘടനകളുടെ കാര്യവും അതിൽ അഭിമാനം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നല്ലതാണത്, നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്.
പക്ഷെ എത്രയോ ദൂരം നമുക്ക് ഇനി മുന്നോട്ട് പോകാനുണ്ട്. നമുക്കുള്ള സംഘടനയെ കുറെ കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കണ്ടേ? ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഈ മലപ്പുറം ജില്ലയിൽ 1,67,000 അംഗങ്ങളുള്ള ഒരു സംഘടനയായി മലപ്പുറത്ത് നമ്മൾ മാറിയിട്ടുണ്ട്. 1,67,000 അംഗങ്ങളുള്ള സംഘടനയായി നമ്മൾ ഇടക്കാലത്ത് മാറിയിട്ടുണ്ട്. അതെവിടെ പോയിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ചില നോട്ടപ്രശ് കൊണ്ടും നമ്മൾ കൈകാര്യകൃത്യത്തിലുള്ള വീഴ്ച കൊണ്ടൊക്കെ ചിലപ്പോ 1-2 കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ സംഘടനയായി മലപ്പുറത്ത് നമ്മൾ മാറി. അത് മലപ്പുറത്ത് പരന്നു കിടക്കുന്ന സംഘടനയാണ്. പക്ഷെ ആ സംഘടനയുടെ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ദൗർബല്യങ്ങളില്ലേ, ആ ദൗർബല്യങ്ങളിലേക്കാണ് സംസ്ഥാന ക്യാമ്പ് വിരൽ ചൂണ്ടിയത്. എന്താണ് ആ ദൗർബല്യം? നമ്മുടെ യൂണിറ്റുകളെ, നമ്മുടെ യൂണിയനുകളെ നമുക്ക് കൂടുതൽ സജീവമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. മെമ്പർഷിപ്പ് വരും, എല്ലാവരും കൂടി ശ്രമിക്കും, നമ്മുടെ മെമ്പർഷിപ്പ് ഏൽപ്പിക്കും. അത് വളരെ നല്ലതാണ്. ഒരുപാട് മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ വളർച്ച നേടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ യൂണിറ്റിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ യൂണിറ്റുകൾ കൂടാറുണ്ടോ? നമ്മുടെ യൂണിയനുകൾ കൂടാറുണ്ടോ? അതിന്റെ ദൈനംദിന പ്രവർത്തനം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് സംസ്ഥാന ക്യാമ്പ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം യൂണിറ്റുകളിലേക്കുള്ള നമ്മുടെ യാത്ര തുടരണമെന്നാണ്. ഞാനും അഷ്റഫ് സാഹിബും സംസ്ഥാന നേതാക്കന്മാരും കൂടി യൂണിറ്റ് റൈഡ് എന്ന് പറയുന്ന ഒരു പരിപാടി വെച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. യൂണിറ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈഡ് പറഞ്ഞാൽ എന്താണ്? റൈഡ് മറ്റതാണ്. ഇത് ഈ കള്ളുഷാപ്പിലൊക്കെ പോയി, പാക്ക് ഷാപ്പിലൊക്കെ പോയി ഈ വ്യാജവാറ്റ് ചേരാൻ പിടിക്കുന്നതിനെ റൈഡ് എന്ന് പറയാം. ഇത് റൈഡായിരുന്നു എന്ന് വെച്ചാൽ യാത്ര. സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഞങ്ങളോട് ചോദിച്ചു, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പ്രസിഡന്റും സെക്രട്ടറിയും ഭാരവാഹികളും കൂടി യൂണിറ്റിലേക്ക് യാത്ര നടത്തുന്നു. ആ യാത്രയിൽ കേരളത്തിൽ 70% യൂണിറ്റിലെ ഭാരവാഹികളെ നമുക്ക് കാണാൻ സാധിച്ചു. എനിക്ക് നല്ല ഉറപ്പാണ്, ആ പ്രവർത്തനത്തിന് ശേഷം കേരളത്തിൽ എസ്യുവിന്റെ പ്രവർത്തനത്തിൽ എത്രയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ഉണർവുണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ തുടരണമെന്നാണ് ഈ പ്രാവശ്യം നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ യൂണിറ്റ് റൈഡ് പ്രാവശ്യം ആരാ നടത്തേണ്ടത്? കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് ജില്ലാ കമ്മിറ്റികളാണ്. ഈ പ്രാവശ്യം നടത്തേണ്ടത് ആരാണ്? ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റികൾ അത് ഏറ്റെടുത്ത് നടത്തണമെന്ന് തീരുമാനിച്ചു. അവര് തീരുമാനിക്കട്ടെ. മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏതാണ്ട് 50,000-ഓളം അംഗങ്ങളുണ്ട്, ഏതാണ്ട് 40,000-ഓളം അംഗങ്ങളുണ്ട്. അത്ര തന്നെ തൊട്ടടുത്ത് നിർമ്മാണ തൊഴിലാളി അംഗങ്ങളുണ്ട്, അതുപോലെ മജീസാൻ നേതൃത്വം നൽകുന്ന ചുമട്ട് തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, ആർട്ടിസാൻസ് ഉണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, അതുപോലെ തയ്യൽ തൊഴിലാളികളുണ്ട്. ഇപ്പൊ ഞാൻ ആരെങ്കിലും വിട്ടു തോന്നരുത്, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടന സംസ്ഥാന കമ്മിറ്റികൾ തീരുമാനിക്കട്ടെ. ഈ പ്രാവശ്യം ഞങ്ങൾ ഈ റൈഡ് നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ എല്ലാ യൂണിറ്റുകളെയും കേന്ദ്രീകരിച്ച് 5 റൈഡുകൾ ഞങ്ങൾ നടത്തും. കോഴിക്കോട് ഞങ്ങൾ എത്ര നടത്തും, വടക്കൻ ജില്ലകളിൽ ഇത്ര നടത്തും. ആ യൂണിറ്റുകളിലേക്ക് ഈ പറഞ്ഞ നമ്മുടെ ഫെഡറേഷനുടെ നേതാക്കന്മാർ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഞങ്ങളും കൂടി ചേരും. അങ്ങനെ നമുക്ക് നമ്മുടെ യൂണിറ്റുകൾ മുഴുവൻ ഭാരവാഹികളെയും നേതാക്കന്മാരെയും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കാണാൻ സാധിക്കണം. നമ്മുടെ സംഘടനാ പ്രവർത്തനം കുറെ കൂടി മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ സാധിക്കണം. ഇത് നമുക്കറിയാം, നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ ചില സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നത് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട്. സത്യത്തിൽ പിന്നെ ഈ ജനറൽ ബോഡി വിളിച്ചത് എത്ര ചുരുങ്ങിയ ദിവസം കൊണ്ടാണ്. എനിക്ക് മനസ്സിൽ സത്യം പറഞ്ഞാൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇത്ര ചെറിയ ടൈമിൽ, അതും ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ വിളിച്ചാൽ എല്ലാവരും വരുമോ? സത്യത്തിൽ ഞാൻ നിങ്ങളെ കുറിച്ച് അഭിമാനം കൊള്ളുന്നു എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മിക്കവാറും നമ്മളെല്ലാ നേതാക്കന്മാരും വന്നില്ലേ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ എത്തിക്കഴിഞ്ഞില്ലേ. അങ്ങനെ ഒരു പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനം മാറി എന്നുള്ളത് ശരിയാണ്, നമ്മളത് അംഗീകരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് 4,000-5,000 ആൾക്കാർ തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞാൽ അവിടെ ഓടി വരാൻ കേരളത്തിൽ ഒരുപാട് തൊഴിലാളികളും തൊഴിലാളി നേതാക്കന്മാരും ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ അതുകൊണ്ട് അവസാനിപ്പിക്കരുത്. കുറെ ദൂരം ഇനിയും മുന്നോട്ട് പോകണം. നമ്മൾ എത്തിപ്പെടാത്ത ഒരുപാട് പുതിയ മേഖലകളുണ്ട്.
കുഞ്ഞാലിക്കുട്ടി സാഹിബും രാജ്യവും തമ്മിൽ നടത്തിയ ഈ ചർച്ചയിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? തൊഴിൽ മേഖല മാറിക്കൊണ്ടിരിക്കുക. പണ്ടത്തതുപോലെ എല്ലാ തൊഴിൽ മേഖല തൊഴിലാളിയുടെ ഉള്ളടക്കത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുക. തൊഴിൽ മേഖലയിൽ തന്നെ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുക. മുമ്പ് തൊഴിലാളി എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം എന്താ? ഒരു മുതലാളി വേണ്ടേ? ഇന്ന് ഇവിടെ പലർക്കും മുതലാളിമാരുണ്ടോ? പലർക്കും മുതലാളിമാരില്ല. തൊഴിലുടമയെ കാണാനേ ഉണ്ടാവില്ല. തൊഴിലുടമ ഏതോ ലോകത്തായിരിക്കും. അവരാര് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. അവരെ മുന്നിൽ നിങ്ങൾക്കൊരു ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല, ഒരവകാശവും ഉന്നയിക്കാൻ പറ്റില്ല. എന്നാൽ തൊഴിലുണ്ടോ? തൊഴിലുണ്ടാവും. കൂലി കിട്ടുന്നുണ്ടോ? കൂലി കിട്ടുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു തൊഴിൽ സാഹചര്യം എല്ലാ രാജ്യത്തും ലോകത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണ്? ഇത്ര ഉറപ്പില്ലാത്തൊരു കാര്യം തൊഴിലിനെ പോലെ നമ്മുടെ രാജ്യത്ത് വേറൊന്നില്ല. ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ ആളെ പേരൊന്നും പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കാൻ പോകുന്നില്ല, 1200 തൊഴിലാളികളെ ദുബായിൽ ഒരു പ്രധാനപ്പെട്ട വ്യവസായി ഒറ്റടിക്ക് പിരിച്ചുവിടാൻ പോവാ. 1200 നോട്ടീസ് കൊടുത്തു. ഒന്നുമില്ല, വേഗം വിമാനം കയറിക്കൊള്ളുക എന്നുള്ളതാണ്. അത് ദുബായിന്റെ ഒരു കാര്യം മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഞാനൊരു കഥ പറയുന്നത് പോലെ പറയല്ല. അമേരിക്കയിൽ ഈ അടുത്ത സമയത്ത് 50 സംസ്ഥാനങ്ങളിൽ വലിയ സമരം നടന്നു. എന്താ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? അവിടെ ഒരു നല്ല ഒന്നാന്തരം ഭ്രാന്തനാണല്ലോ അമേരിക്കയിലെ പ്രസിഡന്റ്. കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാവും. മൂപ്പർ എന്താ പറയുക, എന്താ ചെയ്യുക എന്നൊരാൾക്കും ഒന്നും ഒരെത്തും പിടി ഉണ്ടാവില്ല. എന്തും മൂപ്പര് വിളിച്ചു പറയും. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? എല്ലാവരും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും തൊഴിലാളികളെ സാരമായി പിരിച്ചുവിടുന്ന ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം തൊഴിൽ മേഖലയുണ്ട്. പലർക്കും നമ്മൾ ആവശ്യമില്ല, തൊഴിലാളി ആവശ്യമില്ല, തൊഴിലെടുക്കാൻ അധ്വാന ശേഷിയുള്ള ആൾക്കാർ ആവശ്യമില്ല. അവർ പുതിയ പുതിയ നിർവചനങ്ങൾ നൽകി പഴയതിനെ പിരിച്ചുവിടുന്നു, കുറച്ച് പുതിയ ആൾക്കാർ വെക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സംഘാടനത്തിൽ, നമ്മുടെ പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. പുതിയ കാലത്തനുസരിച്ച് ഞാൻ മാറണം, നിങ്ങൾ മാറണം, തൊഴിലാളി മാറണം. പുതിയ തൊഴിലാളിയെ കണ്ടെത്താൻ സാധിക്കണം. എത്രയാ രാജ്യത്ത് പുതിയ തൊഴിലാളിയുള്ളത്? ആ പുതിയ തൊഴിലാളി എടുത്ത് നമ്മൾ പോകാറുണ്ടോ? നമ്മൾ ഈ 38 അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കല്ലേ? 39 കുറിച്ച് ചിന്തിക്കണ്ടേ? 40 കുറിച്ച് ചിന്തിക്കണ്ടേ? പുതിയ മേഖലയിലേക്ക് കടന്നു ചെല്ലണ്ടേ? അതിനെന്ത് വേണം? ഒന്ന്, ഉള്ള സംഘടനയെ ശക്തിപ്പെടുത്തണം. രണ്ടാമത്തത്, പുതിയ മേഖലയിലേക്ക് കടന്നു ചെല്ലണം. ഇതാണ് സംസ്ഥാന നേതൃ ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതിന് ഞങ്ങൾ തീരുമാനിച്ചു, ആദ്യം ജില്ലയിലെ ഭാരവാഹികളെ വിളിച്ചു കൂട്ടണം, സംസ്ഥാനത്തെ ഭാരവാഹികളെ വിളിച്ചു കൂട്ടണം. അത് സലാം സാഹിബിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ വിളിച്ചു കൂട്ടി. സലാം സാഹിബ് അവിടെ വെച്ച് പറഞ്ഞൊരു വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സൂപ്പർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് സൂപ്പറാണ്? ആ മറ്റേ സാധനമല്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ യോഗം സൂപ്പറായി എന്ന് വെച്ചാൽ ആ ലീഗ് ഹൗസിന്റെ ആ ഹോളും പരിസരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, കവിഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് SQന്റെ സംസ്ഥാന നേതാക്കന്മാർ വന്നത്. അവിടെ വെച്ച് നമ്മളെടുത്ത തീരുമാനമാണ് ജില്ലയിലെ നമ്മുടെ ഫെഡറേഷൻ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടണം. ആ യോഗങ്ങളാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി 7-ാം തീയതി കാസർഗോഡും, അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാടും, ഇങ്ങനെ 2-3 ജില്ലകളിൽ കൂടി കഴിഞ്ഞാൽ ഈ യാത്ര അവസാനിക്കാൻ പോവാണ്. ആ യാത്രയുടെ 2ാമത്തെ ഉദ്ദേശത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അത് ക്യാമ്പിന്റെ 2ാമത്തെ തീരുമാനമാണ്. ക്യാമ്പിൽ 2 കാര്യങ്ങൾ ആലോചിച്ച്, 2ാമത് ആലോചിച്ച കാര്യം, നമുക്ക് ഈ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വലിയ സമരത്തിലേക്ക് പോയാലോ? അപ്പോൾ തങ്ങളും നേതാക്കന്മാരൊക്കെ പറഞ്ഞു, നമുക്ക് ആ സമരം 2ആയിട്ട് കാണാം. ഒന്ന്, പ്രാദേശിക അടിസ്ഥാനത്തിൽ സമരം നടക്കട്ടെ. അപ്പൊ നിർമ്മാണ തൊഴിലാളി സംഘടന, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴെപ്പോൾ അടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, കയ്യിൽ പൈസ ഇല്ലെങ്കിലും എല്ലാ കുടിശ്ശികയും തീർത്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 900 കോടി എന്തായാലും മൂപ്പർ അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു 900 കോടി രൂപയുടെ ബാധ്യത ഉണ്ട്, അത് ഞങ്ങൾ കൊടുക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, കൊടുക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിന് ഞാൻ ആരെങ്കിലും കടം കൊടുക്കേണ്ടി വരും. കർഷക തൊഴിലാളികൾ, അവർക്ക് പിന്നെ ആനുകൂല്യം കിട്ടാനുണ്ട്. അംഗനവാടിക്കാരും ആശാ വർക്കർമാരും തയ്യൽ തൊഴിലാളികളും ഒക്കെ സമരം ചെയ്ത ആനുകൂല്യങ്ങൾ അവർക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ പലരുടെയും ചിന്ത എന്തെന്നറിയോ?
ഞാൻ അരീക്കോട് ചെന്നപ്പോൾ മുനീറത്ത് വന്നിട്ടില്ല. അരീക്കോട് ചെന്നപ്പോൾ എന്നോട് ലീഗ് നേതാവ് പറഞ്ഞു, മറ്റേ ആൾക്കാർക്ക് ആ ആനുകൂല്യം കിട്ടിയില്ല സാഹിബ്, നിങ്ങൾ ഇവരോടൊക്കെ ഒന്ന് പറയണമെന്ന്. അപ്പൊ എന്താ വെച്ചാൽ ഇവര് ആരോ ഇങ്ങനെ മുനീറെ അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാരൊക്കെ ഇതെന്തോ വാങ്ങി കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ള നമ്മുടെ നേതാക്കന്മാരെ ധാരണ. ഇത് ഗവൺമെന്റ് കൊടുക്കാനിട്ടല്ലേ, സർക്കാർ അതിനുള്ള പിന്നെ പണം നീക്കി വെക്കാത്തത് കൊണ്ടല്ലേ. അങ്ങനെ എത്രായിരം തൊഴിലാളികളുണ്ട്. ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കിതൊന്ന് തുറന്ന് പറയാൻ സാധിക്കണ്ടേ? ഇപ്പൊ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് ചെയ്തെന്താ? തെരഞ്ഞെടുപ്പ് നാളെ മറ്റന്നാൾ പ്രഖ്യാപിക്കാൻ പോവാ. അതിനു മുമ്പ് ഇപ്പോ പെൻഷൻ അല്പം കൂട്ടി എന്താ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി ഈ കേരളത്തെ പ്രഖ്യാപിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു അതിദരിദ്രനുണ്ട്, ഒരൊറ്റ ആളാണ് കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ. അത് ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണ് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ കടമുള്ളൊരു ഗവൺമെന്റ് വേറുണ്ടോ? ഈ സംസ്ഥാന സർക്കാരിനെ പോലെ കടമുള്ളൊരു ഗവൺമെന്റ് വേറുണ്ടോ? എന്നിട്ട് അവരിപ്പോ പ്രഖ്യാപിക്കാം അതിദരിദ്രന്മാരില്ല. ആ അതിദരിദ്രന്മാരില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി 3 വലിയ സിനിമാ താരങ്ങളെ കൊണ്ടുവരാൻ നോക്കി. നോക്കണമെങ്കിൽ ഞാൻ എന്റെ അപ്പുറത്തെ ആരെങ്കിലും ഉണ്ടോ? മമ്മൂട്ടി, മോഹൻലാലും, പിന്നെ കമലഹാസനും, പിന്നെ അമിതാഭ് ബച്ചനും കൂടി വന്നാൽ ഏതാണ്ട് അതങ്ങോട്ട് പൂർത്തിയായി. ഈ 3 പേരെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരില്ല എന്ന് പ്രഖ്യാപിക്കണം. മമ്മൂട്ടിയാണെങ്കിൽ ചികിത്സ കഴിഞ്ഞ് പതുക്കെ പാവം ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ, വല്ലാതെ സംസാരിക്കാനൊന്നും ആയിട്ടില്ല. പക്ഷെ പതുക്കെ സംസാരിച്ചപ്പോഴും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ മമ്മൂട്ടി എന്താ പറഞ്ഞ? എന്താ സേന പറഞ്ഞു? അതോ മമ്മൂട്ടി ഇങ്ങനെ തടി വലിയൊക്കെ നോക്കി നിന്ന് പോന്നോ? മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. മമ്മൂട്ടി പറഞ്ഞത് അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ കേരളത്തിൽ ദാരിദ്ര്യം അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ഈ വികസനത്തെ കുറിച്ച് ഒരുപാട് വർത്തമാനം പറയുമ്പോ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ഈ വികസനം ഒരു വികസനമല്ല എന്ന് മമ്മൂട്ടി പറയാതെ പറഞ്ഞു വെച്ചവിടെ. അതാണ് ഈ കേരള സംസ്ഥാനം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരോട് ഈ കഥ പറയണ്ടേ? അവരുടെ ഈ വസ്തുതകൾ പറയണ്ടേ? അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രാദേശികമായി പല സ്ഥലത്തും പ്ലാൻ ചെയ്തിട്ടുണ്ട്. SU ജില്ലാ കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി ആലോചിക്കുക, നമുക്ക് എവിടെയൊക്കെ 10 ആൾക്കാരെ വിളിച്ചു കൂട്ടി എന്താണ് ഈ പെൻഷന്റെയും മറ്റു കാര്യങ്ങളുടെ സ്ഥിതി എന്ന് പറയാൻ പറ്റുമോ അവിടെയൊക്കെ പറയണം. പിന്നെ നമ്മൾ ആലോചിച്ചു, നമുക്ക് ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒരു വലിയ സമരത്തിലേക്ക് പോയാലോ? പ്രത്യേകിച്ച് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോവാ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഉറപ്പാണ് പിന്നെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്ക് സങ്കടങ്ങളുണ്ട്. എന്നാൽ അതുപോലെ സന്തോഷമുള്ള ദിവസമാണ് മലപ്പുറത്ത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ സന്തോഷം എന്താണ്? നമ്മുടെ ജില്ലാ സെക്രട്ടറി തന്നെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥിയായി മത്സരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്കുറപ്പാണ് മജീദിന്റെ മത്സരം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതൊരു ചെറിയ മത്സരമാവില്ല. അത് ഏറ്റവും അവസാനം ചെന്നെത്തുന്നത് മഞ്ചേരിയിൽ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ ബുഷ്റാബി മത്സരിക്കുന്നുണ്ട്, ഷാജി മത്സരിക്കുന്നുണ്ട്, സുലൈഖ് ഇങ്ങനെ പകുതി മത്സരം ഉണ്ടോ ഇല്ലേ എന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ നമ്മുടെ അജ്മൽ മത്സരിക്കുന്നുണ്ട്, നമ്മുടെ ചുമട്ടുതൊഴിലാളി നേതാവ് അജ്മൽ മത്സരിക്കുന്നുണ്ട്, ഹുസൈൻ മത്സരിക്കുന്നുണ്ട്, പിന്നെ എത്രയും ഒരുപാട് ആൾക്കാർ, SU ഒരുപാട് നേതാക്കന്മാർ ഇവിടെ മത്സരിക്കുന്നുണ്ട്. മറ്റു പല സ്ഥലത്തും അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും വിജയിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. തങ്ങളിപ്പോ ഇവിടെ കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സത്യത്തില് ഈ തങ്ങളെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഏതായാലും തങ്ങള് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, SUവിന് കിട്ടേണ്ട എല്ലാ പരിഗണനയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ പോരാട്ടത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ഏറ്റവും സജീവമായി നമുക്ക് നിൽക്കാൻ സാധിക്കണം.
ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം നിങ്ങൾക്കറിയാം, ഈ ഗവൺമെന്റ് പോയാൽ തീരും. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. ഈ ഗവൺമെന്റ് ഒരു ഭാരമാണ്. ഈ ഭാരം ഇറക്കി വെച്ചേ തീരൂ. ഞാൻ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുമ്പോഴാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും ആധികാരികമായി എന്തെങ്കിലുമൊക്കെ പറയാൻ ഏറ്റവും എന്താ പറയാ അധികാരമുള്ളൊരു നേതാവ് ബഹുമാനപ്പെട്ട കണ്ണിയൻ അബൂബക്കർ സാഹിബ് ഇവിടെ വന്നത് എന്നുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അങ്ങനെയാണ് ചിലതൊക്കെ ഈ കൂട്ടിമുട്ടുക എന്ന് പറയുന്നത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കണ്ണിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കണം. അത് ജയിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഏറ്റവും അവസാനത്തെ പോരാട്ടമാണ്. അപ്പൊ പലരും പറഞ്ഞു, ഞാനത് പറയാൻ എത്രയും പറഞ്ഞത്, നമുക്ക് സമരമൊക്കെ നമ്മൾ നന്നായി നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ 3 ദിവസം നീളുന്ന സമരം നടത്തിയില്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ വന്നേരം 3 ദിവസം നീണ്ടുന്ന സമരം. പിന്നെ നമ്മൾ 1 ദിവസം മാത്രം നിൽക്കുന്ന വലിയൊരു സമരം വെച്ചു. ഏറ്റവും അവസാനം മോട്ടോർ തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, അംഗനവാടിക്കാര്, പിന്നെ ആരാണ് മറ്റേ ആർട്ടിസൻസ്, ഈ 4 സംഘടനകൾ സമരം നടത്തി. നാസർ സാഹിബ് സമരത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും സമരത്തേക്കാണ്. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു പ്രക്ഷോഭമല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഈ പറഞ്ഞതുപോലെ 69 വയസ്സ് പ്രായമുള്ള ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന. 57 തൊട്ട് എണ്ണിയാൽ ഈ മെയ് മാസം വരുമ്പോ നമുക്ക് 69 വയസ്സായി. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മൾ എങ്ങനെയാണ് ആരംഭിച്ചത്? നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കുന്നു? ഇതെല്ലാം തന്നെ ജനങ്ങളെയും തൊഴിലാളികളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തണമെങ്കിൽ മറ്റൊരു മാർഗവുമില്ല. നമ്മുടെ സംഘശക്തി വിളിച്ചോതുന്ന വിധത്തിൽ നമുക്ക് സമ്മേളനങ്ങളിലേക്ക് കടന്നു വരണം. ഞാൻ STUവിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ 3 സമ്മേളനങ്ങളാണ് ഇപ്പോൾ ഇവര് എല്ലാവരും കൂടി പറയുന്നത്. ഒന്ന് കോഴിക്കോട് സമ്മേളനം, മറ്റൊന്ന് പാലക്കാട് സമ്മേളനം, പിന്നെ തൃശ്ശൂർ സമ്മേളനം. ഞാൻ അതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി കോഴിക്കോട് നിന്നാണ്. എന്താണെന്നറിയില്ല, സമ്മേളനം നടത്തുന്നതിൽ നമ്മൾ വല്ലാത്തൊരു പിശുക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ വളരെ വിനയമായി പറയട്ടെ, ഒരു സമ്മേളനം നടത്താൻ ഒരു പിശുക്കും കാണിക്കേണ്ട സംഘടനയല്ല കേരളത്തിലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്ന് പറയാനുള്ള സമയമായി. നമുക്ക് 2-2.5 ലക്ഷം അംഗങ്ങളുണ്ട്. ഈ 2.5 ലക്ഷം അംഗങ്ങളിൽ ഏതാണ്ട് ഒരു 25% ആൾക്കാർ പങ്കെടുത്താൽ എത്രായിരം ആൾക്കാർ വരും? നമുക്ക് 50,000 ആളെ പങ്കെടുപ്പിക്കാൻ എന്താ പ്രയാസം? നമുക്കൊരു 10,000-30,000 ആൾക്കാരവിടെ കൊണ്ടെത്തിക്കാൻ എന്താ പ്രയാസം? മലപ്പുറത്ത് ഏതാണ്ട് 1 ലക്ഷത്തോളം അംഗങ്ങൾ STUവിലുണ്ട്. ആ 1 ലക്ഷം അംഗങ്ങളുടെ 1/4 ഭാഗം എന്ന് പറയുന്നത് 25,000. ആ 25,000 ആളെ പങ്കെടുപ്പിക്കാൻ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് വിചാരിച്ച പറ്റില്ലേ? അതിനെതിരെ ഒരുപാട് സമയത്തിനാണ്. STUവിന്റെ ഈ സമീപകാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏത് പരിപാടിയാണ് പ്ലാൻ ചെയ്തത് അതെല്ലാം തന്നെ നല്ല ഒന്നാന്തരം പരിപാടിയായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൃത്യം 1.5 മാസം. ആ 1.5 മാസം കൊണ്ട് കോഴിക്കോട് പട്ടണത്തിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയൊരു സമ്മേളനം നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങള് മജീദും ഞാനും അഷ്റഫ് സാഹിബും ഒക്കെ പോയി, നേതാക്കന്മാരെ പോയി കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്, ഞങ്ങൾ കണ്ണീനോടൊക്കെ ആദ്യം പറഞ്ഞു നമുക്ക് മഞ്ചേരി നടത്തണം എന്നൊക്കെ പറഞ്ഞൊരു മാനസികമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോ എടുത്ത മാതിരി സലാം സാഹിബ് പറഞ്ഞു, അത് കോഴിക്കോടല്ല നല്ലത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കണ്ടു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുത്ത മാതിരി പറഞ്ഞു, സലാമേ ഇങ്ങനെ STUക്കാരൊക്കെ ഉണ്ട് ഇവിടെ, ഓലിങ്ങനെ മഞ്ചേരിയോ മലപ്പുറത്തോ, അത് നമുക്ക് കോഴിക്കോടല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോ ഏതാണ്ട് പകുതി ഞാൻ മാറിയിട്ടുണ്ട്. പിന്നെ തങ്ങളെ പോയി കണ്ടു. തങ്ങളെ കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു, റഹ്മാൻ സാഹിബെ നമുക്ക് ഇപ്രാവശ്യം കോഴിക്കോട് സമ്മേളനം നടത്തണം, അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ ഒറ്റ ഫാത്തിഹ. അതോടുകൂടി കോഴിക്കോട് സമ്മേളനം ഉറച്ചു. അത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. അപ്പൊ 31-ന് പതാക ഉയർത്തി, 1-ാം തീയതി നമ്മുടെ ഒരു വലിയ പ്രകടനവും പൊതുസമ്മേളനം നടത്തി, 2-ാം തീയതി നമ്മുടെ ഒരു പ്രതീക സമ്മേളനം നടത്തി നമ്മുടെ കരുത്തും ശക്തിയും ഈ കേരളത്തെ ബോധ്യപ്പെടുത്തണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അത് നടത്തേണ്ട ജില്ല കോഴിക്കോടാണെങ്കിലും അത് ഏറ്റെടുക്കേണ്ട ജില്ല മലപ്പുറമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. കോഴിക്കോട് പേരാണ്. കോഴിക്കോട് എത്ര ശ്രമിച്ചാലും എന്തൊക്കെ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കോഴിക്കോട് നടത്തണം. അത് കോഴിക്കോട് നടത്തുമ്പോൾ അത് ഏറ്റെടുക്കേണ്ടത്
മലപ്പുറമാണ്. ഞങ്ങൾ തങ്ങളോടും പിന്നെ മജീദിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പിന്നെ ഒരു മാസം തെരഞ്ഞെടുപ്പില്ല, വേറെ ഒന്നുമില്ല, നേരെ കോഴിക്കോട്ടേക്കുള്ള യാത്ര ആരംഭിക്കണം. നമ്മളെല്ലാവരും അവിടെ പോകണം, എല്ലാവരും കൂടി സമ്മേളനം നടത്തണം. അത് മലപ്പുറത്തിന്റെ നല്ല ഒരുക്കം ആ പിന്നെ പൊതുസമ്മേളനത്തിനും നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിനും ഉണ്ടാകണം എന്ന് പറയാനാണ് ഈ കൺവെൻഷൻ പ്രധാനമായി ഞങ്ങൾ വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം ഫെബ്രുവരി 1. ഈ മറക്കോ ഇല്ല, ഫെബ്രുവരി 1 അന്ന് ഇനി പിന്നെ തെറ്റിദ്ധരിക്കരുത്, പേറ്റിന്റെ കൂട്ടിക്കൊണ്ടായില്ല, പ്രസവം കാണാൻ പോലില്ല, ഒന്നുമില്ല. അന്ന് കല്യാണമില്ല, കുടച്ചക്കറില്ല, അന്ന് ഒറ്റ പരിപാടിയുള്ളൂ, അത് എസ്റ്റുവിന്റെ സംസ്ഥാന സമ്മേളനം. അപ്പൊ ആ സംസ്ഥാന സമ്മേളനത്തിൽ മലപ്പുറത്തുനിന്ന് 25,000 ആള് പോകണമെന്ന് പറഞ്ഞിട്ട് 250 ആൾക്കാർ വന്നു. ഈ 250 ആൾക്കാർ 100 ആൾക്കാരെ വെച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ 25,000 അത്ര സിമ്പിളാണ്. അപ്പൊ എന്ത് വേണം? ആ കൊണ്ടുവരേണ്ട സ്ഥലം ഏതാണെന്ന് തീരുമാനിക്കണം, ആ യൂണിറ്റ് ഏതാണെന്ന് തീരുമാനിക്കണം, അവര് വാഹന സൗകര്യങ്ങളെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ അതിപ്പോ തന്നെ പ്ലാൻ ചെയ്ത് പതുക്കെ ഈ തെരഞ്ഞെടുപ്പിനിടക്ക് നമുക്ക് നീങ്ങണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നാൽ പിറ്റേ ദിവസം കേരളത്തിലാകമാനം നമ്മുടെ പോസ്റ്ററും സ്റ്റിക്കറും പതിയാണ്. പിന്നെ എല്ലാവരും ചർച്ച എന്താവണം? പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടിക്കാർക്കിടയിൽ എസ്റ്റുവിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ആ രീതിയിലുള്ള മുന്നൊരുക്കം വേണം. പ്രകടനത്തിന് പോകുമ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം ഇവിടെ പറയാൻ, ഒറ്റക്ക് പോരരുത്. ഞാൻ രാവിലെ പോകുമ്പോൾ സൂറാബാനിനെ പരിയിൽ എടുത്തിട്ടാ പോരാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഒരു കയ്യിൽ സൂറാബാന് കൂടെ വേണം, മജീദ് പോരുമ്പോൾ മജീദിന് പൂവി കൂടെ വേണം, തങ്ങൾ പോരുമ്പോൾ തങ്ങളെ പിന്നെ ഭാര്യ കൂടെ വേണം, ആ ഷക്കീല കൂടെ വേണം. ഞാൻ മറന്നതല്ല, ഷക്കീല കൂടെ വേണം. നാസിർ പോരുമ്പോൾ നാസിന്റെ ഭാര്യ വേണം. എല്ലാവരും കൂടെ വരണം. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കുടുംബങ്ങളെ മക്കളെ മുഴുവൻ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ ഫെബ്രുവരി 1 കേരളത്തിലെ സ്വതന്ത്ര തൊഴിലാളികളുടെ ഒരു മഹാകുടുംബ സമ്മേളനമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം. എല്ലാ സ്ഥലത്തും പറഞ്ഞൊരു കാര്യം പറയട്ടെ, അന്ന് കോഴിക്കോട് കടപ്പുറത്തിന്റെ ഒരു അവകാശിയെ ഉണ്ടാകാൻ പാടുള്ളൂ, അത് എസ്റ്റിയു ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ സമ്മേളനം മാറണം. ആ അർത്ഥത്തിൽ ഈ സമ്മേളനങ്ങൾ ഏറ്റെടുക്കണം. സമ്മേളനം നടത്തുമ്പോൾ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ, മജീദും തങ്ങളും എന്നോട് തെറ്റും. അതായത് ഇത് അല്പ സാമ്പത്തിക ബാധ്യത ഉള്ളതാണ്. ഏതാണ്ട് 30 ലക്ഷം റുപ്യ മിനിമം വേണം. ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചത് ഒരു 10-15 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഇത് തീരുന്നൊക്കെയാണ്. അപ്പൊ തങ്ങളും ഞങ്ങളൊക്കെ കണക്ക് കൂട്ടി ഇങ്ങനെ ഒരാൾ 10 റുപ്യ വെച്ച് തന്നാൽ ആയല്ലോ. അങ്ങനെ വിൽക്കാനല്ല, എന്നാലും ശരാശരി. അപ്പോഴാണ് ഇത് കണക്ക് കൂട്ടി വന്നപ്പോ ഏതാണ്ട് ഒരു 30-35 ലക്ഷം റുപ്യ അല്ലെങ്കിൽ കോഴിക്കോട് ഒരു സമ്മേളനം നടത്താൻ പറ്റില്ല എന്ന് തീരുമാനിച്ചത്. എന്തായാലും മലപ്പുറം ജില്ലാ കമ്മിറ്റി ഞങ്ങൾക്ക് നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ 5 ലക്ഷം ആണെങ്കിലും എനിക്ക് ഉറപ്പാണ് അത് 5-ൽ കുറയാത്ത സംഖ്യ കിട്ടും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. പക്ഷെ അത് കൊടുക്കേണ്ടത് ഫെഡറേഷനുകളാണ്. നമ്മളെ ഫെഡറേഷനുകൾ അവരൊരു ആവതിനനുസരിച്ച് 1,50,000 70,000 റുപ്യ ഈ തിരക്കിനിടയ്ക്ക് ഉണ്ടാക്കി ആ പണം തങ്ങളുടെയും മജീദിന്റെയും കയ്യിലെത്തിക്കണം. അതിന്റെ സമയം നാളത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അതെത്തിക്കുക, നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരാനുള്ള അതിന്റെ മറ്റ് സാമഗ്രികളൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുക. ആ രീതിയിൽ നമുക്ക് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തെ വിജയിപ്പിക്കണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് 5 മണിക്ക് പിരിയണമെന്നാണ് നമ്മൾ വെച്ചത്. ഇനി കണ്ണീര് കൂടി ഇവിടെ സംസാരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി വളരെ വിജയകരമായി നടക്കുന്ന ഈ ജില്ലാ നേതൃസംഗമത്തെ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ വിജയങ്ങളും, പ്രത്യേകിച്ച് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന ഈ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.